ഹലോ മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ചാപ്റ്റർ 3 അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.2 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. What is the minimum interior angle possible for a regular polygon? Y. What is the maximum exterior angle possible for a regular polygon? Okay. So first question, what is the minimum interior angle possible for a regular polygon and why? ഒരു റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഏറ്റവും ചെറിയ പോളിഗൺ, സ്മോളസ്റ്റ് പോളിഗൺ എന്ന് പറയുന്നത് ട്രയാങ്കിൾ ആണ്. 3 സൈഡഡ് പോളിഗൺ ആണ്. ഓക്കെ, 1 സൈഡ് നമുക്കില്ല, 2 സൈഡ് നമുക്കില്ല, 3 സൈഡഡ് പോളിഗൺ ആണ് ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറയുന്നത്. ദെൻ ട്രയാങ്കിൾ ഹാസ് 3 sides and 3 angles. ട്രയാങ്കിളിന് 3 sides ഉണ്ട്, 3 angles ഉണ്ട്. If it is an equilateral triangle, all sides and all angles are equal. ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ, റെഗുലർ പോളിഗൺ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, മിനിമം റെഗുലർ പോളിഗൺ. അപ്പോൾ ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, റെഗുലർ പോളിഗൺ ആയാൽ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾ ഓരോന്നും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ടോട്ടൽ 3 സൈഡ് ആണെന്നുണ്ടെങ്കിൽ 3 ഇൻറ്റീരിയർ ആംഗിൾ ഉണ്ട് എന്നും പറഞ്ഞു. അപ്പോൾ 180 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 ഇൻറ്റീരിയർ ആംഗിൾ കിട്ടും. 180/3 എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, അപ്പോൾ 1 ആംഗിൾ എന്ന് പറയുന്നത് 60 ആണ്. ഇനി അതൊരു 4 സൈഡഡ് പോളിഗൺ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. ഈ 360 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 90 ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ ഇൻറ്റീരിയർ ആംഗിൾ വരുന്നത് ഏതാണ്? ട്രയാങ്കിളിനല്ലേ? അത് 60 ഡിഗ്രി അല്ലേ? ഇനി അങ്ങോട്ട് കൂടി കൂടി പോവുകയാണ് ചെയ്യാം. ഇപ്പോൾ 60 90 ഇനി 108 ആവും, പിന്നെ 120 ആവും, പിന്നെ 135 ആവും, അങ്ങനെ കൂടി കൂടി പോവുകയാണ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ചെറിയ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? അത് 60 ആണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് 5 സൈഡഡ് പോളിഗൺ, സം ഓഫ് ആംഗിൾ ഈസ് 540 ആണ്. 1 ആംഗിൾ 108 ആയി. ഓക്കെ, സോ മിനിമം ഇൻറ്റീരിയർ ആംഗിൾ പോസിബിൾ ഫോർ എ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ആയില്ലേ? എന്തുകൊണ്ടാണെന്നും കിട്ടിയല്ലോ. Then second one, what is the maximum exterior angle എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Exterior angle, the sum of regular polygon is a triangle. The smallest regular polygon is a triangle. ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പോളിഗൺ എന്ന് പറയുന്നത് റെഗുലർ ട്രയാങ്കിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെഗുലർ പോളിഗണിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളുടെ സം എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഈ 360നെ നമ്മൾ 3 എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ട്രയാങ്കിളിന് 3 ഇൻറ്റീരിയറും 3 എക്സ്റ്റീരിയറും ആണല്ലോ. അപ്പോൾ അതിൽ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ നമ്മൾ കാണാൻ 360 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 120 കിട്ടും. ഇനി 4 സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും എക്സ്റ്റീരിയർ ആംഗിളുടെ സം എത്രയാണ്? 360 ആണ്. ഓക്കെ, ആ 360 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 90 ആണ് കിട്ടുക. അപ്പോൾ 120 ആണോ 90 ആണോ വലുത്? 120 അല്ലേ വലുത് അല്ലേ? ഇനി ഇതിങ്ങോട്ട് ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അത് മാക്സിമം എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോസിബിൾ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് എത്രയാണ്? മാക്സിമം എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? 120 ആണ്. ഇനി അങ്ങോട്ട് വലുതാവും തോറും കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. 120 90 പിന്നെ 72 പിന്നെ 60 എന്ന് പറഞ്ഞ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മിനിമം ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. മേലെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. മിനിമം ഇൻറ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് 60 ആണ്. മാക്സിമം എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോസിബിൾ ഫോർ എ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് അത് 120 ഡിഗ്രിയുമാണ്. ഓക്കെ.